വാൾമാർട്ടും ഗണപതിയും തമ്മിലെന്ത്? അടിവസ്ത്രങ്ങളിലും നീന്തൽ വേഷങ്ങളിലും ചെരുപ്പുകളിലുമൊക്കെ ഗണപതിയുടെ ചിത്രമാണ് വാൾമാർട്ട് ഇത്തവണ പ്രിന്റ് ചെയ്യാൻ തെരഞ്ഞെടുത്തത്. സാമുദായിക വികാരങ്ങൾ വ്രണപ്പെടുത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി ഹിന്ദു സംഘടനകൾ രംഗത്ത്. ഇതോടെ വെബ്സൈറ്റിൽ നിന്ന് ഈ ഉൽപ്പന്നങ്ങൾ എടുത്തുമാറ്റാൻ വാൾമാർട്ട് നിർബന്ധിതമായി. പക്ഷേ വിൽപ്പന തുടരുകയാണെന്ന് വിമർശനം. അനധികൃത കെട്ടിട നിർമ്മാണം തടയാൻ വഴി കണ്ടെത്തിയിരിക്കുകയാണ് കേരള സർക്കാർ. സംസ്ഥാനത്തെ ഓരോ കെട്ടിടത്തിനും ഡിജി ഡോർ പിൻ നൽകും. അതിൽ കെട്ടിട ഉടമയുടെ പേര്, സ്ഥിതി ചെയ്യുന്ന സ്ഥലം തുടങ്ങിയ വിവരങ്ങൾ ഉണ്ടാവും. പിന്നില്ലാത്ത കെട്ടിടം അനധികൃത പട്ടികയിൽ. അല്ലു അർജുന്റെ പുഷ്പ 2 സിനിമ റിലീസായി 4 ദിവസം കൊണ്ട് നേടിയ വരുമാനം 800 കോടി രൂപ. ആദ്യ ആഴ്ച തന്നെ 1000 കോടി രൂപ കവിയുമെന്നാണ് പ്രതീക്ഷ. പുഷ്പരാജായുള്ള അല്ലു അർജുന്റെ തിരിച്ചുവരവിൽ ഫാൻസ് ആവേശത്തിൽ. ടെക് ഭീമനായ ഗൂഗിൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ ചുവടുവയ്പ് പ്രഖ്യാപിച്ചു. ദേശീയ വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൗൺസിലായ NCERT-യുമായി പങ്കാളിത്തം. 1 മുതൽ 12 വരെ ക്ലാസ്സുകാർക്കായി 29 ഭാഷകളിൽ യൂട്യൂബ് ചാനൽ തുടങ്ങും. ഡൽഹിക്കടുത്ത നോയിഡയിൽ നിർമ്മിക്കുന്ന പുതിയ വിമാനത്താവളത്തിൽ ഇന്ന് ആദ്യ വിമാനം പറന്നിറങ്ങി. ജയ്വാർ വിമാനത്താവളം ഏപ്രിലിൽ പൂർണ്ണ സജ്ജമാക്കുകയാണ് ലക്ഷ്യം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com സന്ദർശിക്കുക.